കത്തിക്കാൻ സമയമായി. ചൂട്ട് കത്തിക്കടാ. ഒന്ന് പിടിച്ച്. തീ കൊളുത്തട്ട ഗുരുക്കളെ, പണ്ടെന്റെ അച്ഛന്റെ ചിതക്ക് ഞാൻ തീ കൊളുത്തിയതാണ്. കത്തിക്കാൻ വരട്ടെ, ഞാൻ കത്തിക്കാം. നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആളി കത്തണം. കഥ എന്നല്ലേ പറയാൻ പോണേ? ആ കഥ തന്നെ, ഞാൻ പറഞ്ഞ കഥയല്ലേ പറയാൻ പോണത്. അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ. കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. നല്ല ബെസ്റ്റ് പേരല്ലേ? ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയാൽ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പറ്റി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാറ് കൊല്ലുവിൻ നേരെ നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. ആരു പറഞ്ഞാലും നേരു പറയണം. ഓരോന്നു തോന്നിയാൽ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഇതൊരു പ്രണയ കഥയാണ്. ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് പുതുക്കോട്ട. ആ ഗ്രാമത്തിൽ രാജ്യതുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മാടശ്ശേരി തമ്പി. ആ ഗ്രാമത്തിലെ മറ്റൊരു പ്രമുഖ തറവാടാണ് പാലത്തറ. അവിടുത്തെ ശ്രീദേവി തമ്പുരാട്ടിയെ മാടശ്ശേരി തമ്പി വിവാഹം കഴിച്ചു. പക്ഷെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അധികകാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഇഹലോകവാസം വെടിഞ്ഞു. ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖം അകറ്റിയത് ആ കുഞ്ഞാണ്. അവളിന്ന് വളർന്നൊരു രാജകുമാരിയെ പോലെ ആയിക്കഴിഞ്ഞു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അവളുടെ പേരാണ് ഗീതു. ആ രാജകുമാരിയുടെ ജന്മനാളാണെന്ന്, മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. നീരിൽ മുങ്ങിക്കേറി പഴങ്ങൾ നെയ്യിൽ ചൂടി പുലകാല പെണ്ണെ മുന്നിൽ വാ. ഒരു വല്ലം മുത്തും കൊണ്ടേ, ഒരു വട്ടിപ്പൂവും കൊണ്ടേ, ഒരു മുമ്പിൽ തേനും കൊണ്ടേ വാ. താമര കുളിരിന് തങ്ക നിലാവിന് താലുമെന്നു പിറന്നാട് നാവേറും പാട്. നീരിൽ മുങ്ങിക്കേറി പഴങ്ങൾ നെയ്യിൽ ചൂടി പുലകാല പെണ്ണെ മുന്നിൽ വാ. അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പേമാരി പോലെ, ഒരു വെള്ളരി പോലെ അവൻ വന്നു. അതാ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തി കഴിഞ്ഞു. നാട്ടുകാർ അവനോട് ചോദിച്ചു, ആരാ, എവിടുന്ന? അവൻ പറഞ്ഞു, ഞാൻ അനന്തൻ, മാടശ്ശേരി തമ്പിയുടെ മകൻ. ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാലതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ. ഗജമുഖൻ എളിമയുടെ വാളും മിഴിയിലാളും കൊടിയ തീയും തികയുവോ.
ആരീ വനജരൻ, ആരീ യുവനൃപൻ, ആരീ ശരവണൻ, ആരീ നവവരൻ, ആരാകിലെന്തു വീരോടെ നിന്നു പോരാടുമളവിലിവനുമൊരഭിമന്യു. തല്ലിക്കോ, തല്ലി കൊന്നാലും ശരി, സത്യം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. നിങ്ങളുടെ സഹോദരി എന്റെ അമ്മ മാലതി തമ്പുരാട്ടി ഒരു തന്നെ കൂടി ഒളിച്ചോടിയതല്ല, ഒഴിഞ്ഞു മാറി കൊടുത്തതാ ഈ ഗീതുവിന്റെ അമ്മയ്ക്ക് വേണ്ടി. ചതിവ് പറ്റിയ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായത് അനിയത്തി ഇയാള്. എടാ കള്ള കഴിവേറിന്റെ മോനെ, എന്തു ഭാവിച്ച നിന്റെ ഈ വരവ്? എന്തിനായി കെട്ടുകഥയൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ അമ്മ മരണക്കിടക്കേ കിടന്ന് എന്നോട് പറഞ്ഞ സത്യം. ഇനി തെളിവ് വേണമെങ്കിൽ ഇന്നാ. നീ പറഞ്ഞൊന്നും സത്യമല്ല. ഇതെല്ലാം നിന്റെ അമ്മ പറഞ്ഞതാണെങ്കിൽ അതും കള്ളവാ. എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല. എനിക്കിങ്ങനെ ഒരു മകനുമില്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ മറ്റൊരു സൂര്യോദയം നീ കാണില്ല. ആ പകലിന് മീതെ രാത്രിയുടെ തിരശ്ശീല വീണു. പുലർച്ചയ്ക്ക് കോഴി കൂകി. അത് കേട്ട് സൂര്യൻ ഉദിച്ചു. അനന്തൻ പോയില്ല. അതെ, അനന്തൻ പോയിട്ടില്ല. അവനങ്ങ് പാലത്തറയിലുണ്ട്. പാലത്തറക്കാർ അനന്തൻ അഭയം കൊടുത്തു. പ്രിയമുള്ളവരെ, മാടശ്ശേരി തമ്പി നേരെ പാലത്തറയിലേക്ക് കുതിച്ചു. അവനെവിടെ? അവനെ ഇങ്ങോട്ട് ഇറക്കിവിട്. ഇപ്പൊ മനസ്സില്ലെങ്കിലോ? എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായടാ. ഇനിയും നിനക്ക് ഞങ്ങളെ ചതിക്കാനാവില്ല. എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരണമെന്ന് നീ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങളെ കുടുംബത്തോടെ നീ ചതിക്കുകയായിരുന്നു. ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ശരിയാ, സത്യം ഞങ്ങൾ തെളിയിക്കും. നീ എന്തോന്നാടാ ഈ പറയുന്നത്? തമ്പിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് തോന്നുന്നുണ്ടോ? നിന്ന് ന്യായം പറയാതെ ഇറങ്ങി പോടാ. അയ്യോ, ഗ്രാമത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല. താമസിയാതെ ആ നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാടശ്ശേരി തമ്പി അനന്തനെ കൊന്നു. കൊന്നു കൊന്നു. വന്നേ എന്തിനാടാ ഇതൊക്കെ? ഞാൻ എന്തിനാ വിളിക്കുന്നേ? എടാ, നാട് മുഴുവൻ പോലീസാ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവുണ്ട്. നീ ഇവിടെ ഇരുന്നേ, ഇരിക്കേ. ഇനിയെങ്കിലും സത്യം പറ, അവനെ നീ എന്താ ചെയ്തേ? അവനെ ഞാൻ അക്കരെ കൊണ്ടാക്കി. മേലാൽ ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞു. എടാ, ഇതൊക്കെ പറഞ്ഞ പോലീസും കോടതിയും വിശ്വസിക്കുവോ? ഇതിലെന്തോ ചതിയുണ്ട്. നീ വളരെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. നമുക്ക് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം. എടാ, എന്തായി? മുൻകൂർ ജാമ്യം കിട്ടിയില്ല. പിന്നെ പിടികൊടുക്കാത്തത് കൊണ്ട് നിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിനക്കേറ്റവും വിശ്വാസമുള്ള ഒരാളുടെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റണം. പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. വെക്കോ. എടാ, ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട്. ഒന്നും വേണ്ട, വേഗം പറഞ്ഞ സ്ഥലത്തെത്താൻ നോക്ക്. താക്കോൽ പിടി, വേഗം പോയേ. വയ്ക്കോ.